ഹലോ ഹെൽക്കിൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഡിസംബർ മാസമാണോ ജൂൺ മാസമാണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിട്ടോ. മഴയൊക്കെ ഉണ്ട്, ഇപ്പോൾ മഞ്ഞുണ്ട്, എല്ലാം കൂടിക്കലർന്നിട്ടുള്ളൊരു മാസമാണ് ഇത്തവണത്തെ ഡിസംബർ. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബറിലെ പെരുന്നാളിന് പെട്ടിക്കടക്കാരുടെ അടുത്തു നിന്ന് ഒരു കുഞ്ഞ് ബോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് പൊടി തട്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പരീക്ഷിച്ച് വർക്കാവോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് വാങ്ങാൻ പറഞ്ഞത് പപ്പയാണ്. പപ്പ പെട്ടിക്കടയിൽ ചെന്നപ്പോൾ തന്നെ പപ്പ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് ഇതേപോലത്തെ കുഞ്ഞ് ബോട്ട് ഉണ്ടോയെന്നാണ് കേട്ടോ. അപ്പോൾ തന്നെ സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും നമുക്കിത് പരീക്ഷിച്ച് നോക്കാം കേട്ടോ, എന്താവും എങ്ങനെയാവും വർക്കാവും ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതും ഒരു മെഴുകാണ്, ആ മെഴുക് കത്തിച്ചിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ആർ യു റെഡി? യെസ്. ഇതിപ്പോ വാവ് സൂപ്പർ എന്നാറാ. കണ്ട ഏതപ്പന്റെ ബോട്ടാണോ? ബോട്ട് ഇഷ്ടായോ ഇതപ്പാ? ഞാൻ ആദ്യമായിട്ടാണ്ട കാരണം ബോട്ട് പോണെങ്കിൽ സംഭവം എന്തായാലും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതപ്പന് ഭയങ്കര ഇഷ്ടമായി. ഡോണുവിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാഞ്ഞിട്ടായിരുന്നു കേട്ടോ ഭയങ്കര ബഹളം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ്, ഐശും ഫസ്റ്റ് ടൈമാണ്, എൻ്റെ 2 പിള്ളേരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അമ്മയ്ക്ക് ഇത് കുറേ കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല മഴയാണ് രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മഴ ഒന്ന് മാറിയിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ. വിചാരിച്ച പോലെ തന്നെ മഴയൊക്കെ മാറി നല്ല അടിപൊളി വെയിലായിട്ടോ. അപ്പോൾ 2 പേരെ ഉറക്കി കിടത്തിയിട്ട് ഞാനൊരു ഉച്ചയോടുകൂടി, ഉച്ചയല്ല 2 മണി, ബാങ്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ മുമ്പ് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ബാങ്കിലും കൂടി കയറണമായിരുന്നു. അപ്പം ഞാനും ഐശുവും കൂടിയാണ് പോണത്. ഐശുവിന് കുറച്ച് ക്രാഫ്റ്റ് ക്രേസ് ഉള്ള കാരണം അവൾക്ക് ഈ ക്രിസ്മസ് ഡെക്കോർ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങാൻ വേണ്ടി ചെന്നു. അപ്പോൾ അതാ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ കളിക്കുന്ന ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ അടിച്ചിട്ട് അപ്പോൾ എല്ലാ കടകളിലും ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ബാങ്കിലും പോയി അവിടുത്തെ സംഭവങ്ങളൊക്കെ തീർത്തിട്ട് നേരെ ഒരു കിൻഡർ ജോയും വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം 2 വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു ഇരുന്നിരിപ്പിൽ 2 പേരും അത് അടിച്ച് കയറ്റുന്നുള്ളത്. അപ്പോൾ ഒരെണ്ണം വാങ്ങി 50 അടിച്ചോളാൻ പറഞ്ഞ് കൊടുത്തതാണ് കേട്ടോ. നൈസായിട്ട് ഐശുവിൻ്റെ വായിലും കൂടി അത് പോകുന്നുണ്ട്. 3 കുഞ്ഞു വാവുകളാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ. അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് എൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഡോർ ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ നൈസായിട്ട് തുറന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കേട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇച്ചു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൻസു എന്ന് പറയുന്ന മാത്സ് ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ബാൻസു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു പോയി. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ സംഭവത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് മാത്സിന് പൊട്ടിയതിന് അടിയും തൊഴിയൊന്നും കിട്ടേണ്ടി വരില്ലല്ലോ എന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഉള്ള ഒരു ടീച്ചിങ് കാര്യങ്ങളൊന്നുമല്ല. നമ്മൾക്ക് മെൻ്റൽ മാത്സ് ആണ് അവർ ടീച്ച് ചെയ്യുന്നത് തന്നെ. ഇതിന് നമുക്കൊരു ബുക്കോ പെന്നോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ഇച്ചു ക്ലാസ് അറ്റൻഡ് ചെയ്യണ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് കൊതി. അത്രയും ഫ്രീ ആയിട്ടാണ് അവൾ ഒരു മാത്സ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലേ. പക്ഷേ ഇവളിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കൊതിയായിപ്പോയി. ബാൻസുവിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ നീലകണ്ഠ ഭാനു വേൾഡ്സിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആണ്. അവരുടെ ട്രിക്സ് ആണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇച്ചുവിനോട് ചോദിക്കുന്ന ക്വസ്റ്റിന് ഞാൻ മനസ്സിലൊരു ഉത്തരം കണ്ടിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ആ ഉത്തരം ഫുള്ള് പൊട്ടത്തെറ്റായിരിക്കും. ഇച്ചു ആണെന്നുണ്ടെങ്കിൽ ചടപടേന്ന് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലൈവ് കണ്ടാൽ മനസ്സിലാവും.
Can you tell me what is the expanded form of this number? 3000 plus 800 plus 20 plus 7. Perfect. And we are multiplying this all by? 6. Which property of multiplication is this? It starts with D. Yeah. Distributive property. Absolutely correct. I love it. Okay. Distributive property of multiplication, right? Yeah. We will be using that. And now, what is 3000 times 6? 18,000. 18,000. Absolutely correct. What is 800 times 6? 4,800. Very good. What is 20 times 6? 120. 120. And what is 7 times 6? 42. Absolutely. ലൈവ് സെഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വണ്ടടിച്ചില്ലേ? ഞാൻ ശരിക്കും വണ്ടടിച്ച് വാ പൊളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്കൊക്കെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യും കാലും എടുക്കും, അതൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടി. എന്നാൽ കറക്റ്റ് ആൻസർ കിട്ടുമോ അതുപോലും ഇല്ല കേട്ടോ. പക്ഷേ ബാൻസു എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നമ്മുടെ മാത്സിനോടുള്ള പേടി തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവർ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫറാണ് ഈ ക്രിസ്മസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് ഫ്രീ ഡെമോ ക്ലാസ് ആണ്. അതേപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ 30% ഓഫും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, കാരണം അത്രയും നല്ല അടിപൊളി പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അങ്ങനെ ഞാൻ തറവാട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഏതപ്പനും ഐഷമ്മയും കൂടി ഈ റോക്കറ്റ് ഉണ്ടാക്കി കളിക്കുമായിരുന്നു കേട്ടോ. അവൻ ഹെലികോപ്റ്ററാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അവൾ കാർഡ് ബോർഡ് കൊണ്ട് ഹെലികോപ്റ്ററൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. പക്ഷേ അത് ഇവന്മാരുടെ കയ്യിൽ കിട്ടിയിട്ട് 100 കഷ്ണങ്ങളായിട്ടോ. അപ്പോൾ ഐഷു പറഞ്ഞു, ഞാൻ അന്ന് ഉണ്ടാക്കി തന്നതല്ലേ, നിനക്കിന്ന് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തേക്കാണ് കേട്ടോ. പക്ഷേ അവനതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഹെലികോപ്റ്റർ വേണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ അതിനോട് യോജിച്ച് ഓക്കെ ആയി. പിന്നെ അത് വെച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കളി. അച്ഛനാണോ സ്തുതിതാ? അച്ഛാ ചായ ഇപ്പൊ കുടിച്ചാ? അച്ഛാ ഡോണുന്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കോ? അമ്മാമ്മയുടെ മതി, അമ്മാമ്മയുടെ. ചിലപ്പോ ഡോണുന്റെ തലയ്ക്ക് പിടിച്ചു. ഓക്കെ, ഈശോ കൊടുക്കുക അച്ഛാ. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചതിന് ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ, എന്തുകൊണ്ട് ഡോണുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല? കാരണം നമ്മൾ ഓൾറെഡി ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസ് കാണാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടിയാണ് കേട്ടോ ഇത്. ആക്ച്വലി October 20th ഡോണുവിൻ്റെ ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നത്. അന്ന് നമ്മൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിമ്പിളായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ചാച്ചന് വരാൻ പറ്റിയില്ല. ചാച്ചന് ദുബായിൽ കോമ്പറ്റീഷൻ ഉള്ള കാരണം തീരെ നിവൃത്തിയില്ലാത്ത കാരണമാണ് ആൾ വരാഞ്ഞത്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഗ്രാൻഡായിട്ട് തന്നെ നടത്താൻ വേണ്ടിയിട്ട്, ഏതപ്പൻ്റെ എങ്ങനെയാണോ നടത്തിയത് അതേപോലെ തന്നെ ഗ്രാൻഡായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. October 30th നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സെലിബ്രേഷൻ നടത്താൻ പറ്റിയില്ല. കാരണം വേറൊന്നല്ല, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു അമ്മൂമ്മയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒരു അമ്മൂമ്മയാണ് ചാച്ചൻ്റെ അമ്മയുടെ അമ്മ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണും കേട്ടോ. നിറവാറായിട്ട് വന്നപ്പോഴേക്ക് വയറൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മമ്മ എന്ന് പറയുന്നറിയാമോ, ഇത് പെങ്കൊച്ച, ഇത് പെങ്കൊച്ച. ഞാൻ പറയുന്നത് എത്ര ഉറപ്പ്, ഞാൻ എത്ര പ്രസവം കാണുന്നതാണ്. എന്നിട്ട് കിട്ടിയതോ ആ കൊച്ചതേ, അത് മതി. എന്നാലേ എന്നെ ആശിപ്പിച്ച പെങ്കൊച്ച എന്ന് പറഞ്ഞ ആശിപ്പിച്ച എന്നെ. ഞാൻ കുറെ വയറ് കണ്ടതാണ്, ഞാനപ്പം വിശ്വസിച്ചു. എനിക്ക് ദുബായിൽ സ്കാൻ ചെയ്ത് വന്നാൽ മതിയായിരുന്നു. അടുത്തേലെങ്കിലും പെണ്ണ് കിട്ടോ? കിട്ടോ? നെഞ്ചത്ത് കഴിച്ച് പറയും കിട്ടുന്നു. ഉറപ്പണോ? അടുത്തേക്ക് നമുക്ക് കിട്ടുന്നു. അതെ, അമ്മാമ്മയുടെ നാക്ക് പൊന്നാവട്ടെ. എന്തെങ്കിലും പെൺകുട്ടിനെ കിട്ടിയാൽ മതിയായിരുന്നു. ഉറപ്പ്, സത്യം. അമ്മ പെൺകുച്ചിനെ കൊണ്ടുവരുമ്പോൾ അത് ആൺകൊച്ചെന്ന് പറഞ്ഞോട്ടോ, എന്നാലും പെൺകൊച്ചാവുള്ളൂ.
ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് പേരിന് കാണാം. നമ്മൾ ഇപ്പോൾ കണ്ട അമ്മാമ്മ മരണപ്പെട്ടു. ഒക്ടോബർ 28-നാണ് മരണപ്പെട്ടത്. അപ്പം നമ്മൾ എല്ലാ പ്രോഗ്രാംസും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് ഡോണുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്ടിരുന്നത്. അല്ലാതെ ഏതപ്പൻ്റെ സെലിബ്രേറ്റ് ചെയ്തു, പക്ഷെ ഡോണുവിൻ്റെ ചെയ്തില്ല. അങ്ങനെ ഒരു വേർതിരിവ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കാരണം സഹിതം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങളൊരു കാര്യത്തിൽ ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ 2 മക്കളെയും ആ അമ്മാമ്മയുടെ മടിയിൽ ഇരുത്തി ആ അമ്മാമ്മ അനുഗ്രഹിച്ച് ആ അമ്മാമ്മയുടെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഇന്ന് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് അത് മാത്രം മതി. കാരണം എൻ്റെ അച്ഛനെ ഈ ഒരു നിലയിലാക്കാനായിട്ട് പിന്നിലുണ്ടായിരുന്ന കൈകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്മാമ്മയുടെ കൈകളാണ് കേട്ടോ. അപ്പോൾ അത് എന്നും ആ സ്നേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.